നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസം 24-ാം തീയതി 1201 ആണ്ട് കർക്കടക മാസം 8-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അനിഴം നക്ഷത്രമാണ്. തിഥി ഏകാദശിയാണ്. ഇതെല്ലാം കൂടി അനിഴ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. വെള്ളിയാഴ്ച ശുഭദിനമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. ശുഭകാര്യം എന്ന് പറയുമ്പോൾ സന്തോഷപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അത് ശുഭകാര്യങ്ങൾക്ക് ജോലിപരമായിട്ടായാലും ശരി, മറ്റ് സാമ്പത്തികപരമായിട്ടായാലും ശരി, ബന്ധു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി ഒക്കെ ഇറങ്ങാവുന്ന നല്ലൊരു ദിവസമാണെന്ന് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കണേ. കർക്കിടക മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. വളരെ എത്ര കഷ്ടപ്പാടിലൂടെ നിൽക്കുന്നവർക്കും ഇന്ന് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് എന്നുള്ളതിന് സംശയം വേണ്ട. സാമ്പത്തിക നേട്ടം മാത്രമല്ല, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകൃതമാവും. പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് വിവാഹാദി കാര്യങ്ങൾ നടക്കാതെ, ഇപ്പോൾ ഇണയെ സിദ്ധിക്കും. ഇല്ലാതെ തന്നെ അച്ഛനും അമ്മയ്ക്കുമാണ് അതിന് നക്ഷത്രം വന്നിരിക്കുന്നു എങ്കിൽ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുക, മക്കൾക്ക് പുരോഗതിയെ കൊടുക്കുക, വീട് വയ്ക്കാനിട വരിക, വാഹനം വാങ്ങാനിട വരിക, അതുപോലെ ജോലിയിൽ പുരോഗതി മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ഉണ്ടാവുക, ഇതിനൊക്കെ അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ സന്തോഷപ്രദമായ ഒരു കുടുംബ ജീവിതം നമുക്ക് പ്രദാനം ചെയ്തു തരും. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 10:30 മണി മുതൽ 12 മണി വരെ വെള്ളിയാഴ്ച രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അരമണിക്കൂറോളം വ്യത്യാസത്തിലാണ് രാഹുകാലം കടന്നു പോണേ. അതായത് 10:57 തൊട്ട് 12:31 വരെ ഏകദേശം അരമണിക്കൂറിൻ്റെ വ്യത്യാസം രാഹുകാലത്തിലുണ്ട്. അപ്പോൾ രാഹുകാലം അതുകൊണ്ടാണത് പ്രത്യേകം പറഞ്ഞു തരുന്നത്, നോക്കിക്കണ്ട് ചെയ്യണം. കാരണം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത്. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പ്. രാഹുകാല സമയം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ ചുറ്റിക്കും. ഒരു കാര്യങ്ങളും സമയത്തിന് നടക്കാതെ ആവും. അതുകൊണ്ടാണ് നോക്കി ഇറങ്ങാൻ പറയണേ. ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികനും യമകണ്ഠനും. അത് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 7:50 തൊട്ട് 9:24 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഈ 2 ഗ്രഹത്തിൻ്റെയും സ്വാധീന വലയത്തിൽ നമ്മൾ പോയി ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവരവിടെ ബ്ലോക്ക് ചെയ്ത് കളയും, അല്ലെങ്കിൽ അതിൽ നെഗറ്റീവ് കയറ്റി കളയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നാളെ നമുക്ക് ഗുണമില്ലാതെ പോകും. അതുകൊണ്ടാണ് ആ സമയം ഒഴിവാക്കാൻ പറയണേ. അതുപോലെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 12:07 തൊട്ട് 48 നേരം, 12:55 വരെ 48 അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 ശുഭപ്രദമാണ്. അതുപോലെ ഇന്നേ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളർ, ചുവന്ന വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പെങ്കിലും ധരിക്കുകയോ, അല്ല പൊട്ടൊക്കെ തൊടുന്ന ഒരു ചുവന്ന പൊട്ട് നെറ്റി തൊടുക. കുങ്കുമ പൊട്ടോ അല്ലെങ്കിൽ ചുവന്ന കളറ് പൊട്ടോ ഒക്കെ ധരിക്കുമ്പോൾ ആ ശുക്രൻ്റെ പ്രകാശം അവരിലേക്ക് ആഗിരണം ചെയ്യും. അവർക്ക് നല്ല ഉന്മേഷവും ഉണർവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ വന്നു ചേരും. അവർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.